സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പ് 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. മഴ കനത്ത പശ്ചാത്തലത്തിൽ കോട്ടയം, ആലപ്പുഴ, വയനാട്, പത്തനംതിട്ട എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി നൌഫൽ കൂടി ചേരുന്നുണ്ട്. നൌഫൽ, അങ്ങനെ മഴ ഒഴിയുന്നില്ല, ആശങ്ക കൂടുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അടക്കം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതൊക്കെ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധിയുള്ളത്? എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് നിലനിൽക്കുന്നത്? നൌഫൽ ചേരുന്നുണ്ട്. നൌഫൽ, എന്തായാലും മഴക്കെടുതിയിൽ ആശങ്കയില്ല, മഴ തുടരുന്നു. മാത്രമല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് നിലനിൽക്കുന്നത്? നൌഫൽ. നാളെ സംസ്ഥാനത്തായാലും മഴയുടെ പശ്ചാത്തലത്തിൽ ഈ പറയുന്ന കോട്ടയം, ആലപ്പുഴ, വയനാട്, പത്തനംതിട്ട ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം തന്നെ നമുക്കറിയാം. ഇന്ന് ഈ പറയുന്ന കോട്ടയത്തും പത്തനംതിട്ടയും മറ്റൊരു ജില്ലയായിട്ടുള്ള ഇടുക്കിയിലും ഇന്ന് റെഡ് അലർട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ പറയുന്ന ആലപ്പുഴയും വയനാടും ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് കൂടിയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നാളെ ഈ പറഞ്ഞ 4 ജില്ലകൾക്ക് അവധി കൂടി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് ഈ മറ്റ് ജില്ലകളിൽ കാറ്റ് മറ്റൊരു പ്രതിസന്ധിയായി തുടരുന്നു. നേരത്തെ പറഞ്ഞ കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിലവിൽ ഓറഞ്ച് അലർട്ടുമാണ് നിലവിലുള്ളത്. നാളത്തെ വരുമ്പോൾ 7-ാം തീയതി വരുമ്പോൾ അത് ഈ പറയുന്ന പത്തനംതിട്ടയും കോട്ടയവും ഇടുക്കിയും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ബാക്കിയുള്ള ജില്ലകളിൽ തിരുവനന്തപുരത്തും കൊല്ലത്തും ഉൾപ്പെടെ എറണാകുളം, തൃശൂർ ഉൾപ്പെടെയുള്ള പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് കൂടിയാണ് സൂചിപ്പിക്കുന്നത്. എന്തു തന്നെയായാലും ഇന്ന് റെഡ് അലർട്ട് ആയിട്ടുള്ള 3 ജില്ലകൾ ഉൾപ്പെടെ വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ നാളെ ഓറഞ്ച് അലർട്ടായിട്ട് മാറുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ 4 ജില്ലകൾക്ക് അവധി കൂടി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതേ ജാഗ്രതാ നിർദ്ദേശം അതുപോലെ തന്നെ തുടരണം എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് നിലവിലുള്ള സാഹചര്യത്തിൽ നാം വ്യക്തമാക്കുന്നത്. തീർച്ചയായും നൌഫലാണ് വിവരങ്ങളുമായി ചേർന്നത്.